എല്ലാവർക്കും നമസ്കാരം. ഇന്നും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാണ് നോക്കുന്നത്. സോ ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തതിനെ ഒന്ന് അറിയിക്കുക. നമുക്കറിയാം, ഒരു കാര്യം ചെയ്യാൻ കഴിയും എന്ന് പറയണമെങ്കിൽ അവിടെ ക്യാൻ ആണ് യൂസ് ചെയ്യേണ്ടത്. സോ നിനക്ക് അത് ചെയ്യാൻ കഴിയുമോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ ക്യാൻ യു വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നിനക്ക് വണ്ടി ഓടിക്കാൻ കഴിയുമോ എന്നെങ്ങനെ ചോദിക്കും? ക്യാൻ യു ഡ്രൈവ്? ഡ്രൈവ് എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കുക എന്നാണ്. സോ ക്യാൻ യു ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നിനക്ക് വണ്ടി ഓടിക്കാൻ കഴിയുമോ എന്നാണ് മീനിങ്. ഇതേപോലെ നമ്മൾ എന്തെങ്കിലും പറയുമ്പം കേട്ടില്ല എങ്കിൽ അതൊന്ന് ആവർത്തിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കത്തില്ലേ? അവിടെയും എങ്ങനെ ചോദിക്കും? ക്യാൻ യു റിപ്പീറ്റ് ദാറ്റ്? ക്യാൻ യു റിപ്പീറ്റ് ദാറ്റ്? റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുക എന്നാണ്. ദാറ്റ് എന്ന് പറഞ്ഞാൽ അത്. സോ അതൊന്ന് ആവർത്തിക്കാമോ എന്നെങ്ങനെ ചോദിക്കും? ക്യാൻ യു റിപ്പീറ്റ് ദാറ്റ്? ഇതേപോലെ തന്നെ ഞാൻ നിൻ്റെ മൊബൈൽ ഫോൺ ഒന്ന് ഉപയോഗിച്ചോട്ടെ, അതെങ്ങനെ ചോദിക്കും? ക്യാൻ ഐ യൂസ് യുവർ മൊബൈൽ ഫോൺ? ക്യാൻ ഐ യൂസ് യുവർ മൊബൈൽ ഫോൺ? യൂസ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുക എന്നാണ്. സോ ഞാൻ നിൻ്റെ മൊബൈൽ ഫോൺ ഒന്ന് ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിക്കാനാണ് ക്യാൻ ഐ യൂസ് യുവർ മൊബൈൽ ഫോൺ. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ കുറച്ചും കൂടി പൊളൈറ്റായിട്ട് ചോദിക്കാൻ നമുക്ക് കുഡ് യൂസ് ചെയ്യാം. സെയിം മീനിങ് തന്നെയാണ് വരുന്നത്, പക്ഷേ കുറച്ചും കൂടി പൊളൈറ്റാണ്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നീ എന്നെ ഒന്ന് സഹായിക്കുമോ? അതെങ്ങനെ ചോദിക്കും? കുഡ് യു ഹെൽപ്പ് മീ? കുഡ് യു ഹെൽപ്പ് മീ? ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ സഹായിക്കുക എന്നാണ് മീനിങ്. അപ്പോൾ എന്നെ ഒന്ന് സഹായിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കുഡ് യു ഹെൽപ്പ് മീ. ഇതേപോലെ തന്നെ നിനക്ക് എനിക്കൊരു ഉപകാരം ചെയ്യാമോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? കുഡ് യു ഡൂ മീ എ ഫേവർ? കുഡ് യു ഡൂ മീ എ ഫേവർ? ഫേവർ എന്ന് പറഞ്ഞാൽ ഉപകാരം എന്നാണ്. സോ എനിക്കൊരു ഉപകാരം ചെയ്യാമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കുഡ് യു ഡൂ മീ എ ഫേവർ. ഇനി കുഡ് യൂസ് ചെയ്ത് ഒരു സെൻറ്റൻസ് കൂടി പറയാം. നിനക്ക് എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ട് തരാമോ? തരാൻ കഴിയുമോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? കുഡ് യു ഗെറ്റ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ? കുഡ് യു ഗെറ്റ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ? ഇവിടെ ഗെറ്റിൻ്റെ മീനിങ് കൊണ്ടുവരിക എന്നുള്ള മീനിങ് ആണ്. സോ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് തരാമോ എന്ന് ചോദിക്കാനാണ് കുഡ് യു ഗെറ്റ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. കുഡ് യു ഗെറ്റ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ? സോ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. ക്യാൻ യൂസ് ചെയ്യുന്ന എല്ലായിടത്തും തന്നെ നമുക്ക് കുഡ് യൂസ് ചെയ്യാം, പക്ഷേ കുറച്ചും കൂടി പൊളൈറ്റായിട്ട് ചോദിക്കേണ്ടപ്പം അവിടെ കുഡാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇങ്ങനത്തെ സെൻറ്റൻസുകൾ പറയാറില്ലേ? അതായത് അവൻ പോകട്ടെ, ഞാൻ കുറച്ച് ആഹാരം കഴിക്കട്ടെ, ഇങ്ങനെ പറയേണ്ടപ്പം അവിടെ ലെറ്റാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പം അവൾ പോകട്ടെ എന്ന് പറയണമെങ്കിലോ ലെറ്റ് ഹേർ ഗോ. ലെറ്റ് ഹേർ ഗോ. ഗോ എന്ന് പറഞ്ഞാൽ പോക എന്നാണ്. ഹേർ എന്ന് പറഞ്ഞാൽ അവൾ. സോ അവൾ പോകട്ടെ എന്ന് പറയാൻ ലെറ്റ് ഹേർ ഗോ. ഇനി ഞാൻ കുറച്ച് ഭക്ഷണം കഴിക്കട്ടെ എന്നെങ്ങനെ പറയും? ലെറ്റ് മീ ഹാവ് സം ഫുഡ്. ലെറ്റ് മീ ഹാവ് സം ഫുഡ്. ഇവിടെ ഹാവ് എന്ന് പറഞ്ഞാൽ കഴിക്കുക എന്നുള്ള മീനിങ് ആണ്. സം ഫുഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഭക്ഷണം. സോ ഞാൻ കുറച്ച് ഭക്ഷണം കഴിക്കട്ടെ എന്നെങ്ങനെ പറയും? ലെറ്റ് മീ ഹാവ് സം ഫുഡ്. ലെറ്റ് മീ ഹാവ് സം ഫുഡ്. ഇനി ഒരു സെൻറ്റൻസ് കൂടി പറയാം. അവർ അത് ചെയ്യട്ടെ. അതെങ്ങനെ പറയും? ലെറ്റ് ദം ഡു ഇറ്റ്. ലെറ്റ് ദം ഡു ഇറ്റ്. ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നാണ്. സോ ലെറ്റ് ദം ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ അവർ അത് ചെയ്യട്ടെ എന്നാണ് മീനിങ്. അതേസമയം നമുക്ക് നടക്കാൻ പോകാം എന്ന് പറയണമെങ്കിലോ അവിടെ ലെറ്റ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ഇവിടെ ലെറ്റ്സ് എന്നുള്ളത് ലെറ്റസിൻ്റെ ഷോർട്ടാണ്. ലെറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്നാണ് മീനിങ്. ഗോ ഫോർ എ വാക്ക് എന്ന് പറഞ്ഞാൽ നടക്കാൻ പോവുക എന്നാണ്. സോ ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കാൻ പോകാം എന്നാണ് അർത്ഥം. ഇനി എന്തെങ്കിലും ജോലി ചെയ്യുന്നതിനിടയിൽ നമുക്കൊരു ഇടവേള എടുക്കാം എന്ന് പറയത്തില്ലേ? അതെങ്ങനെ പറയും? ലെറ്റ്സ് ടേക്ക് എ ബ്രേക്ക്. ലെറ്റ്സ് ടേക്ക് എ ബ്രേക്ക്. ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഇടവേള എടുക്കുക എന്നാണ്. സോ നമുക്ക് ഇടവേള എടുക്കാം എന്നെങ്ങനെ പറയും? ലെറ്റ്സ് ടേക്ക് എ ബ്രേക്ക്. ഇനി എന്തെങ്കിലും കാര്യത്തെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറയത്തില്ലേ? അതെങ്ങനെ പറയും? ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദാറ്റ്. ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദാറ്റ്. ഡിസ്കസ് എന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്യുക എന്നാണ്. എബൌട്ട് ദാറ്റ് എന്ന് പറഞ്ഞാലോ അതിനെ പറ്റി.
സോ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്നെങ്ങനെ പറയും? ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദാറ്റ്. ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദാറ്റ്. ഇനി അടുത്ത ഫ്രേസാണ് യു ഹാഡ് ബെറ്റർ. ഇതെപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? അതായത് നമുക്ക് മറ്റുള്ളവരോട് പറയണം, നീ ഇന്നത് ചെയ്യുന്നതാണ് നല്ലത്, അങ്ങനെ പറയേണ്ടപ്പോൾ നമ്മൾ യു ഹാഡ് ബെറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നീ നിൻ്റെ മനോഭാവം മാറ്റുന്നതാണ് നല്ലത്. അതെങ്ങനെ പറയും? യു ഹാഡ് ബെറ്റർ ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. യു ഹാഡ് ബെറ്റർ ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്യുക, എപ്പോഴും യു ഹാഡ് ബെറ്റർ കഴിഞ്ഞ് വരുന്ന വേർബ് പ്രവൃത്തിയുടെ V1 ഫോം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഇവിടെ പ്രവൃത്തി എന്ന് പറയുന്നത് മാറ്റുക എന്നുള്ളതാണ്. മാറ്റുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ചേഞ്ച്. സോ അതാണ് ഇവിടുത്തെ V1 ഫോം. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മനോഭാവം എന്നാണ്. ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാലോ നിൻ്റെ മനോഭാവം മാറ്റുക. അപ്പം നിൻ്റെ മനോഭാവം മാറ്റുന്നതാണ് നല്ലത് എന്ന് പറയുന്നത് എങ്ങനെയാണ്? യു ഹാഡ് ബെറ്റർ ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. യു ഹാഡ് ബെറ്റർ ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. ഇനി അടുത്തത്, നീ അവനോട് സംസാരിക്കുന്നതാണ് നല്ലത്. അതെങ്ങനെ പറയും? യു ഹാഡ് ബെറ്റർ ടോക്ക് ടു ഹിം. യു ഹാഡ് ബെറ്റർ ടോക്ക് ടു ഹിം. ടോക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക എന്നാണ്. ടോക്ക് ടു ഹിം എന്ന് പറഞ്ഞാലോ അവനോട് സംസാരിക്കുക. സോ അവനോട് സംസാരിക്കുന്നതാണ് നല്ലത് എന്നെങ്ങനെ പറയും? യു ഹാഡ് ബെറ്റർ ടോക്ക് ടു ഹിം. ഇനി ഒരു സെൻറ്റൻസ് കൂടി പറയാം. നിൻ്റെ മാതാപിതാക്കളെ അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത് എന്നെങ്ങനെ പറയും? യു ഹാഡ് ബെറ്റർ ഒബേ യുവർ പേരൻസ്. യു ഹാഡ് ബെറ്റർ ഒബേ യുവർ പേരൻസ്. ഒബേ എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്നാണ്. പേരൻസ് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ. സോ യു ഹാഡ് ബെറ്റർ ഒബേ യുവർ പേരൻസ് എന്ന് പറഞ്ഞാൽ നീ നിൻ്റെ മാതാപിതാക്കളെ അനുസരിക്കുന്നതാണ് നല്ലത് എന്നാണ് മീനിങ്. സോ ഹാഡ് ബെറ്റർ യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം നോട്ട് ചെയ്യുക, എപ്പോഴും വേർബ് V1 ഫോമിൽ ആയിരിക്കണം. ഇനി അടുത്ത സെൻറ്റൻസ് ആണ്, നമ്മൾ ഇങ്ങനെ പറയത്തില്ലേ, അതായത് എനിക്ക് നിന്നോട് സംസാരിക്കാൻ സമയമില്ല, അല്ലെങ്കിൽ എനിക്കത് വിശദീകരിക്കാൻ സമയമില്ല, അല്ലെങ്കിൽ എനിക്ക് TV കാണാൻ സമയമില്ല, ഇങ്ങനെയൊക്കെ പറയേണ്ടതിന് അറിഞ്ഞിരിക്കേണ്ട ഫ്രേസാണ് ഐ ഡോണ്ട് ഹാവ് ടൈം ടു. പിന്നെ എന്താണോ ചെയ്യേണ്ടത് അത് പറയുക. സോ എനിക്ക് നിന്നോട് സംസാരിക്കാൻ സമയമില്ല എന്നെങ്ങനെ പറയും? ഐ ഡോണ്ട് ഹാവ് ടൈം ടു ടോക്ക് ടു യു. ഐ ഡോണ്ട് ഹാവ് ടൈം ടു ടോക്ക് ടു യു. ടോക്ക് ടു യു എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്നോട് സംസാരിക്കുക. സോ എനിക്ക് നിന്നോട് സംസാരിക്കാൻ സമയമില്ല എന്നെങ്ങനെ പറയും? ഐ ഡോണ്ട് ഹാവ് ടൈം ടു ടോക്ക് ടു യു. ഐ ഡോണ്ട് ഹാവ് ടൈം എന്ന് പറഞ്ഞാൽ എനിക്ക് സമയമില്ല എന്നാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ പറയും? എനിക്ക് TV കാണാൻ സമയമില്ല. ഐ ഡോണ്ട് ഹാവ് ടൈം ടു വാച്ച് TV. ഐ ഡോണ്ട് ഹാവ് ടൈം ടു വാച്ച് TV. വാച്ച് എന്ന് പറഞ്ഞാൽ കാണുക എന്നാണ്. സോ TV കാണാൻ സമയമില്ല എന്ന് പറയാനാണ് ഐ ഡോണ്ട് ഹാവ് ടൈം ടു വാച്ച് TV. ഇനി ഒരു സെൻറ്റൻസ് കൂടി പറയാം. എനിക്ക് നിന്നോട് വിശദീകരിക്കാൻ സമയമില്ല. അതെങ്ങനെ പറയും? ഐ ഡോണ്ട് ഹാവ് ടൈം ടു എക്സ്പ്ലെയിൻ ടു യു. ഐ ഡോണ്ട് ഹാവ് ടൈം ടു എക്സ്പ്ലെയിൻ ടു യു. എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വിശദീകരിക്കുക എന്നാണ്. സോ എനിക്ക് നിന്നോട് വിശദീകരിക്കാൻ സമയമില്ല എന്നെങ്ങനെ പറയും? ഐ ഡോണ്ട് ഹാവ് ടൈം ടു എക്സ്പ്ലെയിൻ ടു യു. ഇനി നമ്മൾ ഇങ്ങനെ പറയത്തില്ലേ, സ്കൂളിൽ പോകാൻ സമയമായി, അല്ലെങ്കിൽ ഉണരാൻ സമയമായി. അതെങ്ങനെയാണ് പറയുന്നത്? ഇതിന് അറിഞ്ഞിരിക്കേണ്ട ഫ്രേസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ടൈം ടു. ഇറ്റ്സ് ടൈം ടു എന്നിട്ട് എന്താണോ അത് പറയുക. സോ സ്കൂളിൽ പോകാൻ സമയമായി എന്നെങ്ങനെ പറയും? ഇറ്റ്സ് ടൈം ടു ഗോ ടു സ്കൂൾ. ഇറ്റ്സ് ടൈം ടു ഗോ ടു സ്കൂൾ. ഗോ ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോവുക എന്നാണ്. ഗോ എന്ന് പറഞ്ഞാൽ പോവുക. സോ ഇറ്റ്സ് ടൈം ടു ഗോ ടു സ്കൂൾ എന്ന് പറഞ്ഞാലോ സ്കൂളിൽ പോകാൻ സമയമായി എന്നാണ് മീനിങ്. ഇറ്റ്സ് ടൈം ടു ഗോ ടു സ്കൂൾ. ഇതേപോലെ തന്നെ പഠിക്കാൻ സമയമായി എന്ന് പറയണമെങ്കിലോ ഇറ്റ്സ് ടൈം ടു സ്റ്റഡി. ഇറ്റ്സ് ടൈം ടു സ്റ്റഡി. സ്റ്റഡി എന്ന് പറഞ്ഞാൽ പഠിക്കുക. സോ പഠിക്കാൻ സമയമായി എന്നെങ്ങനെ പറയും? ഇറ്റ്സ് ടൈം ടു സ്റ്റഡി. ഇതേപോലെ ഉറങ്ങാൻ സമയമായി എന്നെങ്ങനെ പറയും? ഇറ്റ്സ് ടൈം ടു ഗോ ടു ബെഡ്. ഇറ്റ്സ് ടൈം ടു ഗോ ടു ബെഡ്. ഗോ ടു ബെഡ് എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ പോവുക എന്നാണ് മീനിങ്. സോ ഇറ്റ്സ് ടൈം ടു ഗോ ടു ബെഡ് എന്ന് പറഞ്ഞാലോ ഉറങ്ങാൻ പോവാൻ സമയമായി എന്നാണ് മീനിങ്. അതേപോലെ തന്നെ ഉണരാൻ സമയമായി എന്നെങ്ങനെ പറയും? ഇറ്റ്സ് ടൈം ടു വേക്ക് അപ്പ്. ഇറ്റ്സ് ടൈം ടു വേക്ക് അപ്പ്.
വേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഉറക്കമുണരുക എന്നാണ് മീനിങ്. അതായത് നമ്മൾ കട്ടിലിൽ തന്നെയാണ് ഉറക്കത്തിൽ നിന്ന് ഉണരുക. എന്നാൽ ഗെറ്റപ്പ് എന്ന് പറഞ്ഞാലോ, ഉറക്കമുണർന്ന് നമ്മൾ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനാണ് നമ്മൾ ഗെറ്റപ്പ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ടൈം ടു ഗെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കാൻ സമയമായി എന്നാണ് മീനിങ്. ഇറ്റ്സ് ടൈം ടു ഗെറ്റപ്പ്, എഴുന്നേൽക്കാൻ സമയമായി. ഇനി അടുത്ത ഫ്രേസ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ പറയത്തില്ലേ, അതായത് ഞാൻ നിന്നെ വേദനിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ നിന്നെ നാണം കെടുത്തണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ പറയാനുള്ള ഫ്രേസ് എന്ന് പറയുന്നത് ഐ ഡിഡിൻറ്റ് മീൻ ടു. ഐ ഡിഡിൻറ്റ് മീൻ ടു. അത് കഴിഞ്ഞിട്ട് എന്താണോ പറയാനുള്ളത് അത് പറയുക. സോ ഞാൻ നിന്നെ വേദനിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല എന്നെങ്ങനെ പറയും? ഐ ഡിഡിൻറ്റ് മീൻ ടു ഹേർട്ട് യു. ഐ ഡിഡിൻറ്റ് മീൻ ടു ഹേർട്ട് യു. ഹേർട്ട് എന്ന് പറഞ്ഞാൽ വേദനിപ്പിക്കുക എന്നാണ്. ഇവിടെ ഐ ഡിഡിൻറ്റ് മീൻ ടു എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് മീൻ ചെയ്യുന്നത്. സോ ഐ ഡിഡിൻറ്റ് മീൻ ടു ഹേർട്ട് യു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ വേദനിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ്. ഐ ഡിഡിൻറ്റ് മീൻ ടു ഹേർട്ട് യു. ഇതേപോലെ തന്നെ ഞാൻ നിന്നെ നാണം കെടുത്തണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. അതെങ്ങനെ പറയും? ഐ ഡിഡിൻറ്റ് മീൻ ടു എംപാരസ് യു. ഐ ഡിഡിൻറ്റ് മീൻ ടു എംപാരസ് യു. എംപാരസ് എന്ന് പറഞ്ഞാൽ നാണം കെടുത്തുക എന്നാണ്. സോ ഞാൻ നിന്നെ നാണം കെടുത്തണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല എന്നെങ്ങനെ പറയും? ഐ ഡിഡിൻറ്റ് മീൻ ടു എംപാരസ് യു. ഇതേപോലെ തന്നെ ഞാൻ നിന്നെ ശല്യപ്പെടുത്തണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. അതെങ്ങനെ പറയും? ഐ ഡിഡിൻറ്റ് മീൻ ടു ഡിസ്റ്റർബ് യു. ഐ ഡിഡിൻറ്റ് മീൻ ടു ഡിസ്റ്റർബ് യു. ഡിസ്റ്റർബ് എന്ന് പറഞ്ഞാൽ ശല്യപ്പെടുത്തുക എന്നാണ്. സോ ഐ ഡിഡിൻറ്റ് മീൻ ടു ഡിസ്റ്റർബ് യു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ ശല്യപ്പെടുത്തണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് മീനിങ്. ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചോദിക്കാറില്ലേ, ഞാൻ ഇങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? അതിന് അറിഞ്ഞിരിക്കേണ്ട ഫ്രേസ് എന്ന് പറയുന്നത് ഡു യു മൈൻഡ് ഇഫ്. ഡു യു മൈൻഡ് ഇഫ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണോ പറയേണ്ടത് അത് പറയാം. ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഞാൻ ജനൽ തുറക്കുന്നതിൽ കുഴപ്പമുണ്ടോ? അതെങ്ങനെ ചോദിക്കും? ഡു യു മൈൻഡ് ഇഫ് ഐ ഓപ്പൺ ദ വിൻഡോ. ഡു യു മൈൻഡ് ഇഫ് ഐ ഓപ്പൺ ദ വിൻഡോ. ഓപ്പൺ എന്ന് പറഞ്ഞാൽ തുറക്കുക എന്നാണ്. ഓപ്പൺ ദ വിൻഡോ എന്ന് പറഞ്ഞാൽ ജനൽ തുറക്കുക. സോ ഞാൻ ജനൽ തുറക്കുന്നതിൽ കുഴപ്പമുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഡു യു മൈൻഡ് ഇഫ് ഐ ഓപ്പൺ ദ വിൻഡോ. ഡു യു മൈൻഡ് ഇഫ് ഐ ഓപ്പൺ ദ വിൻഡോ എന്ന് വെച്ചാൽ ഞാൻ ജനൽ തുറക്കുന്നതിൽ നിനക്ക് കുഴപ്പമുണ്ടോ എന്നാണ് മീനിങ്. ഇനി അടുത്ത സെൻറ്റൻസ് പറയാം. ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതിൽ നിനക്ക് കുഴപ്പമുണ്ടോ? അതെങ്ങനെ ചോദിക്കും? ഡു യു മൈൻഡ് ഇഫ് ഐ ഗോ എലോൺ. ഡു യു മൈൻഡ് ഇഫ് ഐ ഗോ എലോൺ. ഗോ എലോൺ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് പോവുക എന്നാണ്. എലോൺ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക്. സോ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതിൽ നിനക്ക് കുഴപ്പമുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഡു യു മൈൻഡ് ഇഫ് ഐ ഗോ എലോൺ. ഇനി അടുത്ത സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെക്കുറിച്ച് പിന്നീട് ചർച്ച ചെയ്താൽ നിനക്ക് വിരോധമുണ്ടോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? നിനക്ക് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. ഡു യു മൈൻഡ്. പിന്നെ പറഞ്ഞത് നമ്മൾ ഇതിനെപ്പറ്റി പിന്നീട് ചർച്ച ചെയ്താൽ എന്നാണ് പറഞ്ഞത്. ഇഫ് വി ഡിസ്കസ് ദിസ് ലേറ്റർ. ഡു യു മൈൻഡ് ഇഫ് വി ഡിസ്കസ് ദിസ് ലേറ്റർ. ഡിസ്കസ് എന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്യുക എന്നാണ്. ലേറ്റർ എന്ന് പറഞ്ഞാൽ പിന്നീട്. സോ ഡിസ്കസ് ഇറ്റ് ലേറ്റർ എന്ന് പറഞ്ഞാൽ ഇത് പിന്നീട് ചർച്ച ചെയ്യുക എന്നാണ്. സോ ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് പിന്നീട് ചർച്ച ചെയ്താൽ കുഴപ്പമുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഡു യു മൈൻഡ് ഇഫ് വി ഡിസ്കസ് ദിസ് ലേറ്റർ. ഇനി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പണ്ട് ചെയ്യുമായിരുന്നു എന്ന് പറയണം. അതായത് ഇപ്പം നമ്മളത് ചെയ്യാറില്ല. അത് പറയാൻ ഐ യൂസ് ടു എന്നാണ് പറയേണ്ടത്. സോ ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കാറുണ്ടായിരുന്നു എന്നെങ്ങനെ പറയും? ഐ യൂസ് ടു ഹെൽപ്പ് മൈ മദർ. ഐ യൂസ് ടു ഹെൽപ്പ് മൈ മദർ. ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ സഹായിക്കുക എന്നാണ്. സോ ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കാറുണ്ടായിരുന്നു എന്നെങ്ങനെ പറയും? ഐ യൂസ് ടു ഹെൽപ്പ് മൈ മദർ. സോ ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്യുക, നമ്മൾ പണ്ട് ചെയ്യാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ചെയ്യാറില്ല. അങ്ങനത്തെ കാര്യങ്ങളാണ് ഐ യൂസ് ടു വെച്ച് പറയുന്നത്. ഒരു എക്സാമ്പിളൂടെ പറയുവാണെങ്കിൽ, ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് കുറേ സമയം ചെലവഴിക്കാറുണ്ടായിരുന്നു. അതെങ്ങനെ പറയും?
നമ്മൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് വെറുതെ കുറേ സമയം സ്പെൻഡ് ചെയ്യുന്നതിന് ചിലവഴിക്കുന്നതിന് നമ്മൾ ഹാങ് ഔട്ട് എന്നുള്ള ഫ്രേസാണ് യൂസ് ചെയ്യുന്നത്. സോ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായി കുറേ സമയം ചിലവഴിക്കാറുണ്ടായിരുന്നു എന്നെങ്ങനെ പറയും? ഐ യൂസ് ടു ഹാങ് ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ്. ഐ യൂസ് ടു ഹാങ് ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായി കുറേ സമയം ചിലവഴിക്കാറുണ്ടായിരുന്നു എന്നാണ് മീനിങ്. ഇനി ഒരു സെൻറ്റൻസ് കൂടി പറയാം. ഞാൻ എല്ലാ ദിവസവും ഓടാറുണ്ടായിരുന്നു. എങ്ങനെ പറയും? ഐ യൂസ് ടു റൺ എവ്രി ഡേ. ഐ യൂസ് ടു റൺ എവ്രി ഡേ. റൺ എന്ന് പറഞ്ഞാൽ ഓടുക, എവ്രി ഡേ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും. സോ ഞാൻ എല്ലാ ദിവസവും ഓടാറുണ്ടായിരുന്നു എന്നെങ്ങനെ പറയും? ഐ യൂസ് ടു റൺ എവ്രി ഡേ. സോ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്. നിങ്ങൾ ഇതൊക്കെ പറഞ്ഞൊന്ന് പ്രാക്ടീസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.